ഇവിടെ ഒരു പ്രധാന പ്രശ്നം ഡ്രാഗൺ ഫ്രൂട്ടിന്റെ ഒച്ച് കയറി തിന്നണേണ്. കണ്ട ഈ മാംസളമായിട്ടുള്ള ഭാഗങ്ങൾ മുഴുവൻ ഒച്ചിരുന്ന് തിന്നും കണ്ട. അപ്പൊ കണ്ട ഒച്ചിരുന്ന് തിന്നണണ്ട. അപ്പൊ നമുക്ക് വിളവെടുക്കാനായത് നമുക്ക് വിളവെടുക്കാം. കണ്ട ഇതൊക്കെ നമുക്ക് വിളവെടുക്കാനായി നിക്കണേണ്. അപ്പൊ നമുക്കിത് കട്ട് ചെയ്ത് കഴിച്ചു നോക്കാം. അപ്പൊ ഈ പ്രാവശ്യത്തെ ആദ്യത്തെ വിളവെടുപ്പാണല്ലോ നമ്മുടെ. നല്ല മധുരം എന്ന് വെച്ചാൽ നല്ല മധുരമാണ്. അത് ഡ്രാഗൺ ഫ്രൂട്ട് വീട്ടില് കൃഷി ചെയ്ത് നട്ട് കഴിച്ചവർക്ക് എല്ലാവർക്കും അറിയാം ഡ്രാഗൺ ഫ്രൂട്ടിന്റെ ടേസ്റ്റ് എന്താന്ന്. എല്ലാവർക്കും സുൽഫത്ത് ഗ്രീൻ ഡയറിയിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മുടെ ഡ്രാഗൺ ഫ്രൂട്ടിന്റെ അടുത്താണ് നമ്മ നിക്കണത്. ഇതവണ ഡ്രാഗൺ ഫ്രൂട്ട് കണ്ട ഉണ്ടായിട്ടുണ്ട്, പക്ഷെ കുറച്ച് ചെറുതാണ്. എന്നുവെച്ചാൽ അതില് ഭയങ്കര ചൂടായിരുന്നല്ലോ. അപ്പൊ ചൂട് കാലത്ത് നമുക്ക് നനച്ചു കൊടുക്കാനൊന്നും പറ്റിയിരുന്നില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ആദ്യം ഉണ്ടായ കായകളൊക്കെ ഇപ്പൊ ചെറുതാണ്. പക്ഷെ ഇനി മഴക്കാലത്താണല്ലോ, ഇപ്പൊ മാർച്ച് തുടങ്ങിയിട്ടാണ് ഡ്രാഗൺ ഫ്രൂട്ട് ഫ്ലവർ ചെയ്ത് തുടങ്ങണത്. പിന്നെ നമുക്ക് നവംബർ വരെ നമുക്ക് കായകൾ കിട്ടിക്കൊണ്ടിരിക്കുമല്ലോ. പിന്നെ ഉണ്ടാവുന്ന കായകളൊക്കെ വലിപ്പം വെക്കോട്ടെ മഴ ചെയ്തുകൊണ്ട് തന്നെ. അപ്പൊ ഡ്രാഗൺ ഫ്രൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഫ്രൂട്ടാണ്. നമ്മുടെ വീട്ടിൽ ഉണ്ടാക്കിയ ഡ്രാഗൺ ഫ്രൂട്ടിന് ഭയങ്കര ടേസ്റ്റ് ആണ് കേട്ടാ. നമുക്ക് കടയിൽ നിന്ന് മേടിക്കണ പോലെ എല്ലാം മധുരം ഉണ്ടായിരിക്കും. പിന്നെ കണ്ട ഡ്രാഗൺ ഫ്രൂട്ട് നമ്മ ഇവിടെ വളർത്തിയേക്കണെന്ന് എങ്ങനെയാന്ന് വെച്ചാല് തൂണിട്ടിട്ട് തൂണുമല വളർത്തിയേക്കണത്. സ്ഥലം ഇല്ലാത്തവർക്ക് നമുക്ക് മതിലുമലോ അല്ലെങ്കിൽ ടെറസിൽ പാരപ്പറ്റുമലൊക്കെ വളർത്താം. നമ്മ പാരപ്പറ്റുമലൊക്കെ വളർത്തിയിട്ട് ഇപ്പൊ നിറച്ച് കായൊക്കെ ഉണ്ടായിട്ടുണ്ട് ടെറസിൽ. അപ്പൊ നമുക്ക് ഇതേപോലെ ഡ്രാഗൺ ഫ്രൂട്ട് വളർത്തണ്ട. ഇതേപോലെ ഡ്രാഗൺ ഫ്രൂട്ട് വളർത്തുമ്പോന്ന് വെച്ച് കഴിഞ്ഞാല് ഡ്രാഗൺ ഫ്രൂട്ട് ഫ്ലവർ ചെയ്യണമെങ്കിൽ മുകളിലോട്ട് കയറിയിട്ട് ഇതേപോലെ താഴേക്ക് കിടക്കണതിന്റെ തണ്ടുകള് എങ്കിൽ മാത്രമേ ഫ്ലവർ ചെയ്യുള്ളൂ. പിന്നെ നല്ല സൂര്യപ്രകാശമുള്ള സ്ഥലം വേണം ഡ്രാഗൺ ഫ്രൂട്ട് കൃഷി ചെയ്യാനായിട്ട്. ഇവിടെ ഞാൻ നട്ടേക്കണ സ്ഥലത്ത് ഇപ്പൊ നമ്മുടെ ഒരു മിൽക്കി ഫ്രൂട്ട് നിൽക്കണ കാരണം സൂര്യപ്രകാശം വളരെ കുറവാണ്. അതുകൊണ്ടാണ് നമുക്ക് കായകളൊക്കെ കുറവ് കണ്ട. എന്നാലും വെയിലുള്ള ഭാഗത്തേക്ക് പോയ ശാഖകളിലാണ് കായ ഉണ്ടായേക്കണത്. ഇതണ്ട ഇതൊക്കെ ഇപ്പൊ ഫ്ലവർ ചെയ്തോണ്ടിരിക്കണേണ്ട. ഒരു തണ്ടുമല് 2-3 ഫ്ലവർ വരെ ഉണ്ടായി നിറച്ച് കായ ഉണ്ടാവട്ടെ. നമുക്ക് ഒരു തൂണുമ സെറ്റ് ചെയ്താൽ തന്നെ നമ്മുടെ ആവശ്യത്തിനുള്ള ഇഷ്ടംപോലെ ഡ്രാഗൺ ഫ്രൂട്ട് നമുക്ക് വിളവെടുക്കാം. അപ്പൊ ഡ്രാഗൺ ഫ്രൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മ നടുമ്പോ ശ്രദ്ധിക്കേണ്ടത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇതേപോലെ ഇപ്പൊ നമ്മിപ്പോ ഫ്രൂട്ട് ഉണ്ടായി കഴിഞ്ഞിട്ടുള്ള കട്ടിങ് വേണം നമ്മ നടാനായിട്ട്. എങ്കിൽ മാത്രമേ നമുക്ക് പിറ്റേ വർഷം തന്നെ നമുക്ക് കായ്ച്ചു തുടങ്ങോട്ടെ. ഡ്രാഗൺ ഫ്രൂട്ട് ഒരു വർഷം അല്ലെങ്കിൽ 1.5 വർഷത്തിനുള്ളിൽ തന്നെ കായ്ക്കണതാണ്. പിന്നെ നമുക്ക് ബക്കറ്റ് സ്ഥലം ഇല്ലാത്തവർക്ക് നമുക്ക് പെയിന്റിന്റെ ബക്കറ്റിലോ ഒക്കെ കൃഷി ചെയ്യാം. ചെടിച്ചട്ടിയിൽ വരെ നമുക്ക് കൃഷി ചെയ്യാം ഡ്രാഗൺ ഫ്രൂട്ട്. ബക്കറ്റിലൊക്കെ വെച്ച് കഴിഞ്ഞാലെന്ന് വെച്ചാല് നമ്മ പൊക്കത്ത് ഇപ്പൊ പാരപ്പറ്റിന്റെ അടുത്ത് വെച്ചിട്ട് നമുക്ക് പാരപ്പറ്റിന്റെ അവിടെ നിന്ന് താഴേക്ക് ഇടാം. അതേപോലെ തന്നെ നമുക്ക് മതിലിൽ കയറ്റി കഴിഞ്ഞാൽ മതിലിന്റെ അവിടെ നിന്ന് താഴേക്ക് മുകളിൽ വന്നിട്ട് മതിലും വന്ന് താഴേക്ക് വീഴോല. അങ്ങനെയൊക്കെ വീഴണ സ്ഥലത്ത് വേണം ഡ്രാഗൺ ഫ്രൂട്ട് നടാനായിട്ട്. അപ്പൊ ഞാൻ ഒരുപാട് പേർക്കാണ് ഡ്രാഗൺ ഫ്രൂട്ടൊക്കെ തണ്ടുകളൊക്കെ അയച്ചു കൊടുത്തേക്കണത്. ഒരുപാട് പേര് നമ്മളോട് സ്ഥിരം മേടിക്കണം ഡ്രാഗൺ ഫ്രൂട്ട്. ഇതിപ്പോ അമേരിക്കൻ ബ്യൂട്ടി എന്ന് പറയുന്നത് എന്നോട് ഭയങ്കര ടേസ്റ്റ് ആണ്, ഭയങ്കര മധുരമുള്ള ഡ്രാഗൺ ഫ്രൂട്ട് ആണ് കേട്ടാ. ഇവിടെ ഒരു പ്രധാന പ്രശ്നം ഡ്രാഗൺ ഫ്രൂട്ടിന്റെ ഒച്ച് കയറി തിന്നണേണ്. കണ്ട ഈ മാംസളമായിട്ടുള്ള ഭാഗങ്ങൾ മുഴുവൻ ഒച്ചിരുന്ന് തിന്നും കണ്ട. ഇതിലെ കൂടെ കയറിയിട്ട് അതേപോലെ തന്നെ കായ മുഴുവനും അതും തിന്നളയും പഴുത്തഴിയുമ്പോ. നമുക്ക് അവരൊക്കെ ചെയ്തിട്ട് കഴിഞ്ഞാലാണ് നമുക്ക് കായൊക്കെ കിട്ടുള്ളൂ. അപ്പൊ കണ്ട ഒച്ചിരുന്ന് തിന്നണണ്ട. നമ്മുടെ ഒച്ചി ഡ്രാഗൺ ഫ്രൂട്ടിന് കണ്ട ഇതാണ് ഈ ഒച്ച് തിന്നിട്ട് കണ്ട. ഇതാണ് നമ്മുടെ ആഫ്രിക്കൻ ഒച്ചട്ട. ഇവര് ഈ ഡ്രാഗൺ ഫ്രൂട്ടിന്റെ കട്ടിങ്സ് ഇതിന്റെ നിലത്തേക്ക് വീണ് കിടക്കണം കണ്ട. എല്ലാം ഇരുന്ന് തിന്നോണ്ടിരിക്കണേണ് കണ്ട. ഇതൊക്കെ തിന്ന് കൊറേ എനിക്ക് നാശങ്ങൾ ഇവര് പറ്റിയേക്കണേണ് ഈ ഒച്ച്. എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ പറമ്പീന്ന് എത്ര നശിപ്പിച്ചാലും നമ്മുടെ അപ്പത്തെ പറമ്പൊക്കെ കാട് പിടിച്ചെടുക്കണേണ്. അവിടെ നിന്ന് വീണ്ടും ഇതേപോലെ തന്നെ ഒച്ചെഴഞ്ഞ് മതിലിന്റെ ഇപ്പത്ത് കൂടെ വരും. അപ്പൊ നമ്മ എത്ര ഒച്ചിനെ നശിപ്പിച്ചിട്ടും കാര്യമില്ല. അപ്പൊ ഇങ്ങനത്തെ ഒരു പ്രശ്നമാണ് ഉള്ളത്. അപ്പൊ ഒച്ചി ശല്യമൊക്കെ ഉള്ളവര് ഒച്ചിനെ പിടിച്ച് നശിപ്പിച്ചളയണം ഡ്രാഗൺ ഫ്രൂട്ട് കൃഷി ചെയ്യണോടത്ത്. എന്ന് വെച്ചാൽ ഇവർക്ക് ഇത് തിന്നാനായിട്ട് ഈ മാംസളമായിട്ടുള്ള ഈ ഭാഗങ്ങൾ മുഴുവൻ തിന്ന് ഇതേപോലെ കോല് പോലെ ആക്കി നിർത്തും കണ്ട. ഇതൊക്കെ ഒച്ചിന്റെ ശല്യം മൂലമാണ്. അപ്പൊ ഡ്രാഗൺ ഫ്രൂട്ട് ഒച്ചിന് ഉപ്പൊക്കെ ഇട്ട് നശിപ്പിക്കാം. നമ്മ ഇവിടെ ബക്കറ്റില് ഉപ്പുകല്ല് ഇട്ട് വെച്ചിട്ട് ഒച്ചിനെ പെറുക്കി നശിപ്പിക്കുന്നുണ്ട്. പക്ഷെ അപ്പുറത്തെ പറമ്പുകളെല്ലാം കാട് പിടിച്ചെടുക്കണേന്ന് അവിടെ നിന്ന് വന്നതാണ് ഈ ഒച്ച്.
അപ്പൊ ഒച്ചാണ് പ്രധാനമായിട്ടുള്ള ഇപ്പൊ ഡ്രാഗൺ ഫ്രൂട്ട് കൃഷിക്ക് ഒരു ശല്യമായിട്ടുള്ളത്. പിന്നെ നമ്മുടെ ടെറസിൽ ചെയ്തിട്ടുണ്ട്, അവിടെ ഒച്ചിന്റെ ശല്യമൊന്നുമില്ല. അവിടെ നമുക്ക് നല്ല രീതിയിൽ തന്നെ ഈ കമ്പുകളൊക്കെ നിക്കണേണ്, നല്ല രീതിയിൽ തന്നെ ഫ്രൂട്ടും ഉണ്ടാവട്ടെ. അപ്പൊ ഈ ടെറസി കൃഷി നമ്മൾ പരപ്പറ്റി ചെയ്തിട്ടുള്ളതിന്റെ അതേപോലെ നമ്മ ഡ്രാഗൺ ഫ്രൂട്ട് നടണേന്റെ ഒക്കെ വിശദമായിട്ടുള്ള വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. നമുക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയതാണ് ഈ ഡ്രാഗൺ ഫ്രൂട്ടിന്റെ കൃഷി. എളുപ്പം ഫ്രൂട്ട് ഉണ്ടാവുന്നതാണ്. അപ്പൊ നമുക്ക് വിളവെടുക്കാനായത് നമുക്ക് വിളവെടുക്കാം. വേണ്ട, ഇതൊക്കെ നമുക്ക് വിളവെടുക്കാനായി നിക്കണേണ്. ഇതൊക്കെ നമുക്ക് വിളവെടുക്കാൻ കണ്ട നമുക്ക് ഇതേപോലെ വിളവെടുത്താൽ മതി. മുള്ളുള്ളത് കൊണ്ട് ഇതിന്റെ തണ്ടുമലൊക്കെ മുള്ളുണ്ട് കേട്ടാ. അപ്പൊ അതുകൊണ്ട് തന്നെ വേണ്ട, നമുക്ക് ഒന്ന് കട്ട് ചെയ്ത് നോക്കാം. കണ്ട നമ്മുടെ ഡ്രാഗൺ ഫ്രൂട്ടിന്റെ ഒരു കളർ കണ്ട, എന്താ ചെറുപ്പമാണെങ്കിലും കണ്ട ഇനി തോലൊക്കെ കുറവാണ്. അപ്പൊ നമുക്കിത് കട്ട് ചെയ്ത് കഴിച്ചു നോക്കാം. അപ്പൊ ഈ പ്രാവശ്യത്തെ ആദ്യത്തെ വിളവെടുപ്പാണല്ലോ നമ്മുടെ ഡ്രാഗൺ ഫ്രൂട്ട്. നമ്മുടെ ടെറസിലൊക്കെ ഉണ്ടായിട്ടുണ്ട് കേട്ടാ. കണ്ട നമുക്ക് ഡ്രാഗൺ ഫ്രൂട്ട് നമ്മൾ ഇതേപോലെയാണ് നമ്മൾ കട്ട് ചെയ്ത് എടുക്കേണ്ടത്. ഇനി നമുക്ക് ഒരു പീസ് കഴിച്ചു നോക്കാം എങ്ങനെയാണെന്നുള്ളത്. നല്ല മധുരം എന്ന് വെച്ചാൽ നല്ല മധുരമാണ്. അത് ഡ്രാഗൺ ഫ്രൂട്ട് വീട്ടില് കൃഷി ചെയ്ത് നട്ട് കഴിച്ചവർക്ക് എല്ലാവർക്കും അറിയാം ഡ്രാഗൺ ഫ്രൂട്ടിന്റെ ടേസ്റ്റ് എന്താന്ന്. കടയിൽ നിന്ന് മേടിക്കേണ്ടതും നമ്മ നടണേന്റെ ഉള്ള വ്യത്യാസം. അപ്പൊ നല്ലൊരു ഫ്രൂട്ടാണ്. എല്ലാതും നട്ട് നമുക്ക് ഷേക്ക് ഉണ്ടാക്കാൻ, വെറുതെ ഫ്രൂട്ടായിട്ട് കഴിക്കാനൊക്കെ നല്ലതാണ്, ജ്യൂസായിട്ട് കഴിക്കാനൊക്കെ നല്ലതാണ്. അപ്പൊ എല്ലാവരും ഒരു ഡ്രാഗൺ ഫ്രൂട്ടിന്റെ തൈയൊക്കെ നട്ടുപിടിപ്പിക്കണം. എന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് ഒരു കമ്പ് നട്ടാ മതി, ഒരു കമ്പ് ഒരു ബക്കറ്റിൽ വരെ നട്ടു വെച്ചാൽ മതി. എന്നിട്ട് എല്ലാവർക്കും ഒന്ന് ടെറസിന്റെ വീടൊക്കെ ഉള്ള ഒരു പാരപ്പറ്റിന്റെ അവിടെ നിന്ന് അത് വളർന്നു വന്നോളും. നമുക്ക് ആവശ്യത്തിനുള്ള കായ നമുക്ക് ഇതേപോലെ ഫ്രൂട്ട് നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെ പറിച്ചെടുക്കാം. അപ്പൊ എല്ലാവരും ഒരു ഡ്രാഗൺ ഫ്രൂട്ട് നട്ടുപിടിപ്പിച്ചാന്ന് വെച്ചാൽ നമുക്ക് ഇഷ്ടപ്പെട്ട ഫ്രൂട്ടുമാണ്, കഴിക്കാൻ പറ്റിയ ഫ്രൂട്ടുമാണ്, മറ്റുള്ള ഫ്രൂട്ട് പോലെ ഒന്നല്ല. അപ്പൊ എല്ലാവരും ഡ്രാഗൺ ഫ്രൂട്ടിന്റെ തൈയൊക്കെ നട്ടുപിടിപ്പിക്കണം. ഈ വീഡിയോ പറ്റി എന്തെങ്കിലും അഭിപ്രായങ്ങളോ സംശയങ്ങളോ ഉണ്ടെങ്കിൽ വീഡിയോക്ക് താഴെ കമന്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക.